അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖിയാമത്ത് വരെയുള്ള മാനവരാശിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള അള്ളാഹുവിൻ്റെ ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനാവുന്ന ദിശാസൂചിക അനുസരിച്ചാണ് ലോകാവസാനം വരെയുള്ള മാനവരാശി സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒരു ഹിദായത്തിന്റെ ഗ്രന്ഥമാണ് എന്നിരുന്നിട്ടും വിശുദ്ധ ഖുർആനിൽ ചരിത്രം ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. ചരിത്രം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ചരിത്രം വിശകലനം ചെയ്യുന്നതും ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാനാണ്. മുൻഗാമികൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ പിൻഗാമികൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ്. വിശുദ്ധ ഖുർആനിന്റെ 4/1 ചരിത്രമാണ്. വിശുദ്ധ ഖുർആനിലെ 604 പേജിൽ 150 പേജുകൾ കൈകാര്യം ചെയ്യുന്നത് ചരിത്രമാണ്. വിശുദ്ധ ഖുർആനിലെ 6236 വചനങ്ങളിൽ 1560 ആയത്തുകൾ പറയുന്നത് ചരിത്രമാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തെ ഇത്രയും പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൈകാര്യം ചെയ്തത്? ഈ 1560 ആയത്തുകളിൽ 99% മക്കയിൽ അവതരിച്ചതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണ യാത്രയിലെ ഏറ്റവും ക്ലിഷ്ടകരമായ 13 വർഷങ്ങളാണ് മക്ക കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. താങ്കളുടെ മുൻഗാമികളും പ്രവാചകരെ താങ്കളെ പോലെ ഈ മാർഗത്തിൽ ഇതുപോലുള്ള കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നും അതുകൊണ്ട് താങ്കൾ ധൈര്യമായി മുമ്പോട്ട് പോകണം, അവരീ വഴിയിൽ മുമ്പോട്ട് പോയ പോലെ. മുൻഗാമികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടന്നു പോയപ്പോൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മാത്രമാണ് താങ്കൾക്കും ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരൊക്കെയും അതിനെ സന്തോഷത്തോടു കൂടി നേരിട്ടു. സത്യത്തിന്റെ വക്താക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. തിന്മയുടെ വക്താക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി. ഇതര മതഗ്രന്ഥങ്ങൾ, അത് ക്രിസ്തു മതത്തിൻ്റെതായാലും ഹിന്ദു മതത്തിൻ്റെതായാലും ഇതര മതങ്ങളുടെയും കഥകൾ, അവരുടെയൊക്കെ വേദഗ്രന്ഥങ്ങൾ നിറയെ ഇതിഹാസങ്ങളാണ്, കഥകളാണ്, സ്റ്റോറികളാണ്. വിശുദ്ധ ഖുർആനിലുള്ളത് സ്റ്റോറിയല്ല, ഹിസ്റ്ററിയാണ്. സ്റ്റോറിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് പ്രസക്തമാണ്. ഇന്ന് ലോകം സ്റ്റോറിയെ ഹിസ്റ്ററിയെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹിസ്റ്ററിയെ സ്റ്റോറി അതിജയിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രവും ഇതിഹാസവും രണ്ടും രണ്ടാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പകർന്നു തരുന്നത് ഇതിഹാസങ്ങളല്ല, കഥകളല്ല, ചരിത്രമാണ്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്നത്? വകുല്ലൻ നഖുസ്സു അലൈക മിനൽ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫി ഹാദിഹിൽ ഹഖ് വമൗഇദത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക, ദൗത്യ നിർവഹണ മാർഗത്തിൽ താങ്കളുടെ മനസ്സിന് സ്ഥൈര്യം നൽകാൻ. വജാഅക ഫി ഹാദിഹിൽ ഹഖ് വമൗഇദത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ, ഇത് താങ്കൾക്കും താങ്കളെ പിൻപറ്റുന്ന വിശ്വാസികൾക്കും ഗുണപാഠങ്ങളാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അത്താരീഖു യുഈദു നഫ്സുഹു ഇബാറത്തുൻ നസ്മഉഹാ കസീറൻ, ചരിത്രം അതിന്റെ തനിയാവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനം, ചരിത്രം ആവർത്തിക്കുന്നു. വതർതബിതു ബിഹാലിൽ ഉമ്മത്തി ഫീ മാളിഹാ വഹാദിരിഹാ, ഈ ആവർത്തിക്കപ്പെടുന്ന ചരിത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ വർത്തമാനകാലത്തെ ഭൂതകാലമായി ബന്ധിപ്പിക്കുന്നു. മുൻകാലത്ത് ഈ സമുദായം ജീവിച്ച മുൻഗാമികളുടെ ചരിത്രവുമായി ഈ ഇപ്പോൾ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ ബന്ധപ്പെടുത്തുന്നു. വലാകിൻ ഹാലിൽ അസാഫ്, പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ, ഫതറത്തു വഅഫിൻ വദില്ല, ഇസ്ലാമിക ചരിത്രത്തിന്റെ മുൻ പേജുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രൗഢിയും പ്രതാപത്തിന്റെയും അവസ്ഥകളല്ല ഇപ്പോഴുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ.
അത് ഫത്തറത്തുൽ അഫിൻ വദില്ല, അങ്ങേയറ്റത്തെ ദൗർബല്യത്തിന്റെയും പതിതാവസ്ഥയുടെയും അവസ്ഥയാണ്. അള്ളാഹുത്തെ മീറാസ് ഉമ്മത്തുൽ ഇസ്ലാമിയ ഖാമത്ത് അലാ സവാഇദിൽ ഉലമാഇ മിന സഹാബത്തി വത്താബിഈൻ. പ്രവാചകൻ, സഹാബികൾ, താബിഈകൾ, തബഉ താബിഈകൾ, സലഫുസ് സ്വാലിഹുകൾ ഇവരുടെയൊക്കെ കൈകളാൽ പടുത്തുയർത്തപ്പെട്ട ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പ്രക്ഷോഭിതമായ ഇസ്ലാമിക നാഗരികത, അത് ഇസ്ലാമിക സമൂഹത്തിന് നഷ്ടം വന്നിരിക്കുന്നു. ഇസ്ലാമിക സമൂഹ ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ല്, അതാണ് സ്പെയിൻ ദുരന്തം. 800 വർഷക്കാലം മുസ്ലിം സമൂഹം പ്രതാപത്തോടുകൂടി ലോകത്തിന് മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുകയും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മുസ്ലിം സ്പെയിൻ, അൽ അന്ദുലുസ്, താരീഖുൽ അന്ദുലുസ് ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മൈൽ സ്റ്റോണാണ്. വലനാഫിൽ അന്ദുലുസിൽ മിസാലുൽ വാദിഹ്. മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം, മുസ്ലിം സ്പെയിനിന്റെ പതനത്തിന്റെ ചരിത്രം, അതിൽ കൃത്യമായി നമുക്ക് വ്യക്തമായ ചില വിവരങ്ങൾ നൽകപ്പെടുന്നുണ്ട്. 800 വർഷം, 8 നൂറ്റാണ്ടുകാലം ലോകത്തിന് മുമ്പാകെ ഉയർന്നുനിന്ന മുസ്ലിം സ്പെയിൻ അത് തകർന്നുപോയി. പ്രതാപത്തിൽ നിന്നും പതിതാവസ്ഥയിലേക്ക് ഇസ്ലാമിക ചരിത്രം എന്തുകൊണ്ട് മടങ്ങിപ്പോയി? അതേ ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനാഥരാണ്. അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവരിൽ 20,000-ഓളം ആളുകൾ, യുവാക്കൾ ചോദ്യം ചെയ്യപ്പെടാതെ വിചാരണ തടവുകാരായി സെല്ലുകളിൽ കഴിഞ്ഞുകൊള്ളുമ്പോഴാണ് 2 മിഷണറി സ്ത്രീകൾ ജയിലിൽ അകപ്പെട്ടത് കൊണ്ട് രാജ്യം സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ 20,000-കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ സെല്ലുകളിൽ അടക്കപ്പെടുകയും സ്വന്തം ഉമ്മയുടെ മയ്യത്ത് അവസാനമായി ഒരു നോക്ക് കണ്ടുകൊണ്ട് ആ മുഖത്തൊരു അന്തിമ ചുംബനം നൽകുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ജയിൽ കഴിഞ്ഞുകൂടുമ്പോൾ 2 പെണ്ണുങ്ങൾക്ക് വേണ്ടി രാജ്യം വാവിട്ട് കരയുകയും ബഹളം വെക്കുകയും പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MP-മാരും MLA-മാരും വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി. പക്ഷേ ഈ രാജ്യം ഭരിച്ചിരുന്നത് 800 കൊല്ലം മുസ്ലിങ്ങളാണ്. ആ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിലെ മുഴുവൻ അടയാളങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകങ്ങളുടെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങളിൽ കയറുന്നുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ സ്വാതന്ത്ര്യദിന പ്രഭാഷണം പോലും നടത്തുന്നത്. അങ്ങനെയുള്ളൊരു കാലം മുസ്ലിം സ്പെയിൻ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു, പിന്നെ തകർന്നു. മുസ്ലിം ഇന്ത്യ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു, പിന്നെ തകർന്നു. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. താരീഖ് യുഈദ്, ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് കൊളോണിയലിസത്തിൽ നിന്ന് ഫ്രഞ്ച് കൊളോണിയലിസം ഇസ്ലാമിക സ്പെയിനിൽ കടന്നു വന്ന് ഇസ്ലാമിക സ്പെയിനിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് തകരാനിടയാക്കിയ ആന്തരിക പോരായ്മകൾ ഇസ്ലാമിക സമൂഹത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സ്പെയിൻ തകർന്നു? പ്രകാശപൂരിതമായി നിലനിന്നിരുന്ന മുസ്ലിം സ്പെയിൻ എന്തുകൊണ്ട് തകർന്നു? ചരിത്രത്തിന്റെ ചാക്രികതയിൽ സംഭവിച്ച ഉദ്ദാന പതനങ്ങളുടെ മാപ്പ് സാക്ഷിയാണ് മുസ്ലിം സ്പെയിനിന്റെ തകർച്ച എന്ന് പറയുന്നത്. കൊർദോവയുടെ തകർച്ച എന്ന് പറയുന്നത്. മുസ്ലിം സ്പെയിനിന്റെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം അൽ ഇൻഹിറാഫ് അൻ ശർഇല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്തിൽ നിന്ന് മുസ്ലിം ഭരണാധികാരികളും മുസ്ലിം പൊതുജനവും അകന്നുപോയതാണ്. അനഹ്നു ഉമ്മത്തു മൻ ഖദ് ശാദ മംലകതൻ അസാസുഹ അദ്ദീനു ലാ മാ യശ്റഉൽ ബശറു. ഉമ്മത്ത് മുസ്ലിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ്. ആരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രം സ്ഥാപിച്ചു. ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനത്തെ ലോകത്തിന്റെ കാണിച്ചു കൊടുത്ത് ലോകത്തെ ആദ്യത്തെ ലിഖിത ഭരണഘടന ലോകത്തിന് സംഭാവന ചെയ്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഉമ്മത്താണോ നമ്മൾ? അനഹ്നു ഉമ്മത്തു മൻ ഖദ് ശാദ മംലകതൻ അസാസുഹ അദ്ദീനു ലാ മാ യശ്റഉൽ ബശറു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇസ്ലാമിക രാഷ്ട്ര ഭരണത്തിന്റെ അടിസ്ഥാനം മാ ലാ യശ്റഉൽ ബശറു, മനുഷ്യനിർമ്മിത ദർശനങ്ങളും ഭരണഘടനകളുമായിരുന്നില്ല, ദൈവിക ഭരണഘടനയായ ഖുർആനായിരുന്നു. ആ പ്രവാചകന്റെ പിൻഗാമികളായ നാം ഖുർആൻ, സുന്നത്ത്, ഷൂറ എന്നീ പ്രധാനപ്പെട്ട ഇസ്ലാമിക സംസ്കൃതിയുടെ അടിസ്ഥാന ത്രയങ്ങളെ മുസ്ലിം സമൂഹം കൈയൊഴിച്ചതാണ് സ്പെയിനിൽ ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടായ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം. സബബുസ്ഥാനി, മുസ്ലിം സ്പെയിനിന്റെയും മുസ്ലിം ഇന്ത്യയുടെയും തകർച്ചയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അത്തറഫ്, തുകലോലുപത എന്നതാണ്. തിന്നുക, വസ്ത്രം ധരിക്കുക, വീടുകൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹം ഉള്ള കാശ് മുഴുവൻ എടുത്ത് വലിച്ചെറിയുക, ചെലവഴിക്കുക ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി.
അങ്ങനെ സുഗലോലുപരായി ഇസ്ലാം സമൂഹം മാറിയപ്പോഴാണ് മുസ്ലിം സ്പെയിൻ തകർന്നു പോയത്. ഇതിൽ മുഴുകിയ സുഗലോലുപതയിൽ മുഴുകിയ ഈ രാജാക്കന്മാർക്കും മുസ്ലിം സ്പെയിനിലെ ജനങ്ങൾക്കും അവരെ തകർക്കാൻ വേണ്ടി വരുന്ന ശത്രുവിന്റെ ആസൂത്രങ്ങളെ കാണാൻ കഴിയാതെ പോയതാണ്. ക്രൈസ്തവ ചരിത്രകാരനായ കോണ്ടെ സ്പെയിനിലെ മുസ്ലിങ്ങളുടെ പാദത്തെക്കുറിച്ച് പറയുന്നത്, അറബികൾ തങ്ങൾ കൊണ്ടുവന്ന മൂല്യങ്ങളെ വിസ്മരിക്കുകയും തങ്ങളുടെ മനസ്സുകളെ ഉല്ലാസങ്ങളിലും ആനന്ദങ്ങളുമായി മാറ്റിമറിക്കുകയും ചെയ്തപ്പോൾ അവർ പരാജിതരായി. ബത്ര എന്ന് പറയുന്ന മുസ്ലിം സ്പെയിനിന്റെ പതന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അധ്യായം, അതിനെക്കുറിച്ച് മഹാകവി അബു ഇസ്ഹാഖ് ബിൻ മാലി പറയുന്നത്, അവർ പടച്ചട്ടകൾ ധരിച്ച് ആയുധങ്ങളുമായി ഫ്രഞ്ചുകാർ യുദ്ധത്തിന് വന്നപ്പോൾ വൈവിധ്യമുള്ള പട്ടുകൾ ധരിച്ചുകൊണ്ടാണ് മുസ്ലിം സ്പെയിനിലെ പട്ടാളക്കാരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. ആയുധങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ സുഗലോലുപതലായിരുന്നു മുസ്ലിം സ്പെയിൻ. അസ്സബബു സാലിസ്, ഇസ്ലാമിക സമൂഹത്തിന്റെ പതനത്തിന്റെ മൂന്നാമത്തെ കാരണം, ക്രൈസ്തവതയുമായി മുസ്ലിം സമൂഹം സൗഹൃദം പുലർത്തുകയും അവരെ കുറിച്ച് നല്ല വിചാരം പുലർത്തുകയും ചെയ്തു എന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ തകർച്ച മാത്രം ആഗ്രഹിച്ചതാണ് ക്രൈസ്തവ ലോകം അന്നും ഇന്നും എന്നും, ഇന്നലെയും ഇന്നും നാളെയും. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ തകർച്ച ലക്ഷ്യം വെക്കുന്ന ക്രൈസ്തവ യൂറോപ്പുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുക മാത്രമല്ല, ഞങ്ങളെ അവർ സഹായിക്കും എന്ന് കരുതിക്കൊണ്ട് അവരുമായി സൗഹൃദം പുലർത്തുകയും ചെയ്തു എന്നതാണ്. അസ്സബബുർ റാബിഉ, നാലാമത്തെ കാരണം, അത്തനാസുഉ ബൈന മുലൂക്കി തവായിഫ് അല ദുനിയ, ഭരണാധികാരികളും മുസ്ലിം സമൂഹവും തമ്മിലടിക്കുകയും പോരടിക്കുകയും കക്ഷി മത്സരത്തിൽ ഇടപെടുകയും ചെയ്യാൻ. മുസ്ലിങ്ങളുടെ ഭിന്നിപ്പും അനൈക്യവുമാണ് സ്പെയിനിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ തകർച്ച കാരണമായത്. അസ്സബബുൽ ഖാമിസ്, അഞ്ചാമത്തെ കാരണം, തഖാഉസു കസീറു മിനൽ ഉലമാഇ അൻ ദൗരിഹിം അദ്ദഅവി വൽ ജിഹാദി വൽ ഇസ്ലാഹി, പണ്ഡിതന്മാർ ദൗത്യം വിസ്മരിച്ചതാണ്. ഇസ്ലാമിക സമൂഹം തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ കൈപിടിച്ച് അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഉലമാക്കൾ. അൽ ഉലമാ വറസത്തുൽ അംബിയാ, മതപണ്ഡിതന്മാർ അംബിയാക്കളുടെ പിൻഗാമികളാണ്. അംബിയാക്കൾ എങ്ങനെയായിരുന്നോ ഈ സമുദായത്തിന്റെ വെളിച്ച ഗോപുരമായി ലൈറ്റ് ഹൗസുകളായി നിന്നുകൊണ്ട് ഈ സമുദായത്തിന് വഴി കാണിച്ചു കൊടുത്തുവോ, അതേ സ്ഥാനത്ത് നിന്ന് അതേ തരത്തിൽ അതേ നിറത്തിൽ അതേ സ്വഭാവത്തിൽ ഈ സമുദായത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഉലമാക്കൾ. അവർ ദൗത്യം മറന്നു. ഉലമാക്കൾ ഉത്തരവാദിത്തം മറന്നു. അവരങ്ങനെ തിന്നുകുടിച്ച് സുഖിച്ചു മതിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ കൂടെ അതിലവിടെ പങ്കാളികളായി, ആ തീറ്റയിലും കുടിയിലുള്ള പങ്കാളികളായി അവർ സുഗലോലുപരായി മാറി. സാധനങ്ങൾ ചീഞ്ഞ് കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഉപ്പ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധനങ്ങൾ കേടുവരാതിരിക്കും. ഉപ്പ് തന്നെ ചീഞ്ഞാലോ പണ്ഡിതന്മാർ ചീഞ്ഞളിഞ്ഞു പോയപ്പോൾ ഈ സമുദായത്തിന് ചീച്ചൽ ബാധിച്ചു. ആട്ടിൻപറ്റത്തെ ചെന്നായ്ക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇടയൻ എന്ന് പറയുന്നത്. ആട്ടിൻപറ്റത്തെ ചെന്നായ കൂട്ടത്തിൽ നിന്ന് കാത്തു രക്ഷിക്കേണ്ടുന്ന ഇടയൻ തന്നെ ചെന്നായായി മാറിയാലോ, ഇടയൻ തന്നെ ചെന്നായായി മാറിയ അവസ്ഥയിലാണ് മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രകാരൻ പറയാം, നമ്മുടെ ഈ കാലഘട്ടത്തെ പോലെ ചരിത്രം അതിന്റെ തനിയാവർത്തനം ആവർത്തിക്കുന്നു. പഴയ കാലത്തെ സംഭവങ്ങളും പുതിയ കാലത്തെ സംഭവങ്ങളും ഒരേപോലെ സദൃശ്യങ്ങളാണ്. ആളുകൾ വ്യത്യാസമുണ്ട് എന്നതാണ്. ഈ കാലഘട്ടം കുരുത്തം കെട്ട കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ കളിയാക്കുമ്പോൾ, ഈ കാലഘട്ടത്തെ നമ്മൾ പഴിക്കുമ്പോൾ, കുഴപ്പം ഈ കാലഘട്ടത്തിനല്ല. ഇക്കാലം ശരിയല്ല. ഫലസ്തീനിലെ 20 ലക്ഷം മനുഷ്യർ 2 വർഷമായി അന്നവും വെള്ളവും കിട്ടാതെ പട്ടിണി കടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കാണുമ്പോൾ ഈ കാലം കെട്ട കാലമാണ് എന്ന് പറഞ്ഞ് ഈ കാലത്തെ നമ്മൾ കളിയാക്കുന്നു. ഈ കാലത്തെ നമ്മൾ പഴിച്ചായിരുന്നു. യഥാർത്ഥ കുഴപ്പം കാലത്തിനല്ല, നമുക്ക. ഈ കാലഘട്ടത്തിന് ഒരൊറ്റ തകരാറ് മാത്രമേ ഉള്ളൂ. അതെന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെയാണ് എന്നതാണ് ഈ കാലത്തിന് തകരാറ്. ഈ കാലത്തിന് തകരാറൊന്നുമില്ല, തകരാറ് നമുക്കാണ്. യാ മുസ്ലിമൂന അലാ തറൗന മുസാബന നുഅദ്ദി വനസ്ബി ദുല്ലതൻ വനുബാദു മാ ആദ യുഗ്ദി ജംഅകും മാ നഷ്തകി ഖദ് അസ്ബഹത ഉമ്മതുനാ തഅതാദു മാദാ അഖൂലു ഫഖദ് അസസ്ത ബിഇബ്റതി ഫകഅന്നനി നഹ്വൽ ഹലാകു അഖാദു أقول قولي هذا وأستغفر الله العظيم لي ولكم وأستغفر عني وعنكم عن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ومنزل البركات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنا ندعوك كما أمرتنا واستجب لنا كما وعدتنا يا أكرم الأكرمين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصرهم نصرا مؤزرا. اللهم افتح لهم فتحا مبينا. اللهم عليك باليهود المجرمين. اللهم عليك بهم فإنهم لا يعجزونك. اللهم وفقنا للصلاة والزكاة والصدقة يا رب العالمين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم حرر المسجد الأقصى من اليهود المعتدين. اللهم وفقنا للصلاة في مسجد الأقصى قبل الممات يا رب العالمين. اللهم لا تدع لنا ذنبا إلا غفرت ولا دينا إلا قضيت ولا كربة إلا نفست ولا مريضا إلا شفيت ولا ميتا إلا رحمت ولا ولدا إلا أصلحت ولا مهاجرا إلا آويت ولا مجاهدا إلا نصرت ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين. اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين. اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض. اللهم إنك تعلم حاجاتنا فاقضها يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم.